തല്ലിപ്പൊളി പരിപാടി തുടങ്ങിയത് ആർഷോന്റെ കാലഘട്ടത്തിലാണ് ഇത്തരം തുടങ്ങിയത്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കകത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്നെങ്കിൽ ഇത്തരത്തിൽ KSUവിന്റെ ഒരാൾ ചെയ്തെങ്കിൽ അവിടുത്തെ SFIക്കാരൻ വിചാരിക്കണം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ചില ക്യാമ്പസുകൾക്കകത്ത് SFIയുടെ നേതാക്കന്മാരടക്കം കയറി വിശ്രമിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട്. ഒരു 2 കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ സതീശ ശിഷ്യന്മാരെ കൊണ്ടുവന്നിരുത്തിയിട്ട് മീഡിയ മണി ചർച്ച നടത്താൻ വേണ്ടി കാണിച്ച മഹാമനസ് അത് ഗംഭീരായിട്ടുണ്ട്. വളരെ മോശമായി. SFIയെ പുലഭ്യം പറയുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരുത്തിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പണ്ട് SFIയുടെ നേതാവായിരുന്നു. അക്കാലത്ത് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കാലത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് ആ നിലക്കാണ് ഈ പറഞ്ഞ പോലെ എല്ലാ ഘട്ടത്തിലും എന്ന് കരുതേണ്ടതില്ല. പോളിയെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തരാന്ന് അങ്ങൊരു കാര്യം ചെയ്ത് ട്യൂഷൻ ക്ലാസ് തുടങ്ങി, അങ്ങനെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് തുടങ്ങി. പോളിയെ കുറിച്ച് ആർഷോയ്ക്കും SFIക്കും പഠിപ്പിച്ചു തരാൻ ട്യൂഷൻ ക്ലാസ് തുടങ്ങിയാല് ഞങ്ങൾ അങ്ങാടി നാരെ കൊണ്ടുവന്നിരുത്തിയിട്ട് അജൻസി ചർച്ച നടത്തുന്നതിന് അദ്ദേഹം ആരോ ഒന്നും അല്ല വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. ഔദാര്യത്തിൽ വന്നതല്ല. കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു. മഹേഷ് പറയട്ടെ ആരാണെന്ന് ആർഷോ കേൾക്കൂ. ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ പോയി പറയാ ആർഷോ, എന്നോട് പറയണ്ട. ഞാൻ വളരെ കൃത്യമായി ഞാൻ പോളിടെക്നിക്കില് പഠിച്ചിരുന്നപ്പോ SFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരാന്നോ? എന്തേട്ടോ ഉണ്ടോക്കി കാണിക്കരുത്. ഇല്ല ഏട്ടോ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ കഞ്ചാവ് വിൽപ്പനയുടെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ കഞ്ചാവ് വിൽക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അവിടെ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ചെയ്തിട്ടില്ലെന്നേ. ആർഷോന്റെ കാലഘട്ടത്തിലാണ് കഞ്ചാവിലേക്ക് മാറിയത്. അങ്ങനെ പറയുകയാണെങ്കിൽ തല്ലിപ്പൊളി പരിപാടി തുടങ്ങിയത് ആർഷോന്റെ കാലഘട്ടത്തിലാണ് ഇത്തരം തുടങ്ങിയത്. ഒരു കയ്യബദ്ധം ഇതേപോലെയുള്ള ആർഷോമാരുള്ളതുകൊണ്ടാ ഞങ്ങളെ പോലുള്ളവരൊക്കെ നിർത്തിപ്പോയത്. ആർഷോ വേറെ മണി നോക്ക്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. ഉണ്ടെന്നേ. പറയാൻ ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. മഹേഷ് അങ്ങനെ അൺപാർലമെന്ററി ആയിട്ട് സംസാരിക്കില്ല. മഹേഷ് നിങ്ങൾ പരസ്പരം സംസാരിക്കില്ല. നിങ്ങളുടെ പോയിന്റിലേക്ക് മഹേഷിന്റെ ചോദ്യം ഇതാണ്. മഹേഷ് അത് സമ്മതിക്കാൻ പറ്റില്ല. നാശങ്ങള് അല്ല, നിങ്ങൾ അങ്ങനെ പരസ്പരം സമ്മതിക്കാൻ പറ്റില്ല. മഹേഷ് ആരാണെന്നാണ് ആർഷോ ചോദിച്ചത്. മഹേഷ് ആരാണെന്നാണെങ്കിൽ മഹേഷ് പറയാൻ ആരാണ്? ഒരു 3 ഏത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ? ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. ഞാൻ ആരാന്ന് അന്വേഷിക്കണ്ട. മനസ്സിലായില്ലേ? വാ തുറന്ന തെറിയുടെ പൂരാ. ആർഷോയുടെ അറിവിലേക്ക് പറയുകയാണ്. മഹേഷിനെ ഞാൻ ക്ഷണിച്ചത് പോളിടെക്നിക്കിലെ അലൂമിനി എന്ന നിലയിലാണ്. അദ്ദേഹം ആ പോളിടെക്നിക് പഠിച്ചതാണ്. മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ്, അദ്ദേഹത്തിന് ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ യോഗ്യത, അദ്ദേഹം കൊച്ചി കോർപ്പറേഷന്റെ കൗൺസിലർ കൂടിയാണ്. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. പതിവില്ലാതെ 2 കോൺഗ്രസ്സുകാരെ കണ്ടപ്പോ ഞാനത് ചോദിച്ചു, ഇതാരാണ്? അപ്പൊ പറഞ്ഞു അജിംസിന്റെ സുഹൃത്താണ്. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ.